So next class, time domain and frequency response from pole zero plot. We have to find out the time domain representation and frequency response of the given system from pole zero plot. So function is not given. We have to determine the function from pole zero plot. In the first class, differentiation തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് പോൾ സീറോ പ്ലോട്ട് വരച്ചു. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് we have to form the differentiation from pole zero plot. The first question was differentiation is given or transfer function is given. We have to draw the pole zero plot. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതായത് ഡിഫറൻഷ്യലിക്കേഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s തരും. Okay, we can represent a continuous time system or continuous time signal by using differentiation which consists of a time variable t. Therefore it is known as time domain representation. അപ്പോൾ different time domain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ differentiation ഫോം ചെയ്യണം. ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ h of s ഫോം ചെയ്യണം. അപ്പോൾ h of s ഫോം ചെയ്തിട്ട് h of s തന്നിട്ട് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാൻ നമുക്കറിയാം. So in this question pole zero plot is given in the pole zero plot is the question. From that we have to form the differential equation, that is time domain and poles and frequency response, that means h of s. അപ്പോൾ h of s കണ്ടുപിടിക്കണം, differential equation കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? Time domain means differential equation and frequency response means h of s, transfer function. Frequency response means h of s. We have to find out. From the pole zero plot we have to find out the time domain representation and frequency response. Question: determine the time domain and frequency response and obtain the differential equation. That means time domain means differential equation ആണ് ഉദ്ദേശിക്കുന്നത്. So figure is given. Right സൈഡിലുള്ള ഫിഗർ നോക്കുക, കാണാൻ ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് സൂം ചെയ്യുക. ഫ്രം ഫിഗർ ഏതാണ് സീറോസ്? -1ൻ്റെ അവിടെ സർക്കിൾ കാണാനുണ്ട്. അപ്പോൾ ഒരു സീറോസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോൾ സീറോ ഡയഗ്രത്തിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിൻ ദ പോൾസ് ആൻഡ് സീറോസ്. ഫ്രം ദ പോൾ സീറോ ഡയഗ്രാം റൈറ്റ് പോൾസ് ആൻഡ് സീറോസ് ഫസ്റ്റ്. Here 1 0 and 2 poles are there in the given pole zero plot. In the given pole zero plot 1 0 and 2 poles. 1 0 means -1ൻ്റെ അവിടെ ഒരു സർക്കിൾ ഉണ്ട്. സീറോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചെറിയൊരു സർക്കിളാണ്. അപ്പോൾ അതിനെ S1 എന്ന് പേര് കൊടുത്തു. സീറോസ് S1 is equal to -1, അല്ലെങ്കിൽ S എന്ന് കൊടുത്താലും മതി, കാരണം ആകെ ഒരു സീറോ ഉള്ളൂ. 2 സീറോ ഉണ്ടെങ്കിൽ S1 S2, ഒരു സീറോ ഉണ്ടെങ്കിൽ S1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ S എന്ന് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ there is only 1 0 which is at -1. Therefore zeros S1 is equal to -1. So in the given pole zero plot there is only 1 0 which is equal to -1. How many poles are there? 2 poles. ഏതൊക്കെയത് നോക്കൂ. അത് ഒന്ന് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഒന്ന് തേർഡ് ക്വാഡ്രൻറ്റ്. 1 pole is in second quadrant and the other is in third quadrant. അപ്പോൾ അതിന് പേര് കൊടുത്തു, പോൾസിന് വേറെ പേര് കൊടുത്തു S1 S2. അല്ലാണ്ട് സീറോസിൻ്റെ കണ്ടിന്യൂസ് അതിൽ S1 കൊടുത്തിട്ട് ഇതിൽ S1 കൊടുക്കാൻ പാടും. അത് സീറോസ് ആണ്, ഇത് പോൾസ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. പോൾസിൽ എത്ര പോൾസ് ഉണ്ട്? ഹൗ മെനി പോൾസ് ആർ ദർ? 2. അപ്പോൾ S1 S2. S1 സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നോക്കൂ, അതിൻ്റെ റിയൽ ആക്സിസ് ആണ് എക്സ് ആക്സിസ്. റിയൽ ആക്സിസ് സിഗ്മ, ഇമാജിനറി ആക്സിസ് ഒമേഗ, ജെ ഒമേഗ. എക്സ്പ്ലെയിൻ ആണ് S ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ. അപ്പോൾ -2ൻ്റെ അവിടെയും +3Jയുടെ അവിടെയും. അപ്പോൾ എക്സ് ആക്സിസിലുള്ള പാരാമീറ്റർ -2. ആ പോളിൽ നിന്ന് y ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് -3Jയിലും -3Jയിലല്ല +3Jയിലും മുട്ടും. അതിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആ പോളിൽ നിന്ന്, ആ ക്രോസ് മാർക്കിൽ നിന്ന് എക്സ് ആക്സിസിലേക്കും y ആക്സിസിലേക്കും ഡോട്ടർ ലൈൻ കൊടുക്കുക. അപ്പോൾ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് റിയൽ ആക്സിസ് പോയിന്റ് ഈസ് -2 ആൻഡ് ഇമാജിനറി ആക്സിസിൽ വരുന്നത് +3J. അപ്പോൾ കിട്ടി -2 +3J. അതാണ് S1. വാട്ട് അബൌട്ട് നെക്സ്റ്റ് പോൾ? നെക്സ്റ്റ് പോൾ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ആ പോളിൽ നിന്നും y ആക്സിസിലേക്കും എക്സ് ആക്സിസിലേക്കും ഡോട്ടർ ലൈൻ വരയ്ക്കുക. അപ്പോൾ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് -2, y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് -3J. അപ്പോൾ സെക്കൻഡ് പോൾ കിട്ടി S2 is equal to -2 -3J. നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നേരത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് പോൾസും സീറോസും കണ്ടുപിടിക്കലായിരുന്നു. അത് വളരെ സിമ്പിളാണ്. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 അത് പറഞ്ഞാൽ സീറോസ് കിട്ടും. ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ പോൾസ് കിട്ടും. പക്ഷേ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് ആദ്യം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റർമിൻ ദ സീറോസ് ആൻഡ് പോൾസ്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. ഒരു സീറോസ് ഉണ്ട്, 2 പോൾസ് ഉണ്ട്. പോൾസിന് S1 S2 എന്ന് പേര് കൊടുത്തു, സീറോസിന് S1 എന്ന് പേര് കൊടുത്തു. അപ്പോൾ ദെൻ ഉടനടി ഡയറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയി ഫ്രീക്വൻസി റെസ്പോൺസ്, ദാറ്റ് മീൻസ് h of s കിട്ടി. എങ്ങനെയാണ് ഫോർമുല? എന്താ? S - S1. ഹൗ മെനി സീറോസ്? 1 സീറോസ്. എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോ ഉള്ളൂ, 1 0. അപ്പോൾ S - S1 ഡിവൈഡഡ് ബൈ
ഡിനോമിനേറ്ററിലാണ് പോൾസ് വരിക. ന്യൂമറേറ്ററിൽ സീറോസും ഡിനോമിനേറ്ററിൽ പോൾസും ആണ്. എസ് മൈനസ് എസ് വൺ ഇൻറ്റു എസ് മൈനസ് എസ് ടു. ക്ലിയർ? എച്ച് ഓഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓർ ഫ്രീക്വൻസി റെസ്പോൺസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ മീൻസ് ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് എസ് വൺ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എസ് വൺ ഇൻറ്റു എസ് മൈനസ് എസ് ടു. 2 പോൾസ് ഉണ്ട്. പോൾസിൻ്റെ കാര്യം ഡിനോമിനേറ്ററിലും സീറോസിൻ്റെ കാര്യം ന്യൂമറേറ്ററിലുമാണ് എഴുതേണ്ടത്. ക്ലിയർ ആയി? ഈസ് ഈക്വൽ ടു, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് അവിടെ തന്നെ എടുക്കാം. മൈനസ് എസ് വണ്ടെ വാല്യൂ എന്താ? -1. അപ്പോൾ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും എസ് വണ്ടെ വാല്യൂ എസ് മൈനസ് -1, ദാറ്റ് ഈസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ? എസ് മൈനസ് എസ് വൺ, അതായത് എസ് മൈനസ് ഓഫ് -2 + 3j. എസ് മൈനസ് ഓഫ്, വീണ്ടും ബ്രാക്കറ്റ് വേണം, -2 + 3j ഇൻറ്റു വാട്ട് ഈസ് എസ് മൈനസ് എസ് ടു? എസ് മൈനസ് ഓഫ് -2 - 3j. അപ്പോൾ മൈനസ് ഓഫ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഓരോ ടേമിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എസ് മൈനസ് എസ് എന്നുള്ളത് വരിക എസ് പ്ലസ് 2 - 3j ഇൻറ്റു എസ് മൈനസ് എസ് ടു എന്നുള്ളത് എന്താ വരിക? എസ് പ്ലസ് 2 + 3j. ഓക്കെ, കാരണം മൈനസ് കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. വേറെ ഒന്നും ഇല്ലാട്ടോ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ വി ഗോട്ട് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 - 3j ഇൻറ്റു എസ് പ്ലസ് 2 + 3j. പരമാവധി അതിനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ, സോ ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എസ് പ്ലസ് 2 - 3j ഇൻറ്റു എസ് പ്ലസ് 2 + 3j. എസ് പ്ലസ് 2 - 3j ഇൻറ്റു എസ് പ്ലസ് 2 + 3j. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്. സോ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർഡ് മൈനസ് 3j ഹോൾ സ്ക്വയർഡ്. എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർഡ് മൈനസ് 3j ഹോൾ സ്ക്വയർഡ്. അപ്പോൾ എന്താ വരിക? എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർഡ് മീൻസ് എസ് സ്ക്വയർ പ്ലസ് 4s + 4 മൈനസ് 3j ഹോൾ സ്ക്വയർ. 3jയുടെ ഹോൾ സ്ക്വയർ എത്രയാ? 3 സ്ക്വയർ j സ്ക്വയർ. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9, j സ്ക്വയർ എന്ന് വെച്ചാൽ -1. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസായിരിക്കും. 3j ഹോൾ സ്ക്വയർ മീൻസ് 3 സ്ക്വയർ j സ്ക്വയർ ആണ്. 3 സ്ക്വയർ മീൻസ് 9 ആണ്. j സ്ക്വയറിൻ്റെ വാല്യൂ -1. j സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു -1. പ്ലീസ് നോട്ട്, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരിക? -1. അപ്പോൾ മൈനസ് ഓഫ് -9 കേട്ടോ. 3j ഹോൾ സ്ക്വയർ മീൻസ് -9. അപ്പോൾ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മീൻസ് എസ് സ്ക്വയർ പ്ലസ് 4s + 4 മൈനസ് -9. എസ് സ്ക്വയർ പ്ലസ് 4s + 4 മൈനസ് -9, അതായത് എസ് സ്ക്വയർ പ്ലസ് 4s + 4 + 9 അല്ലേ? എസ് സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് സ്ലൈഡ്. എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4s + 4 + 9 മീൻസ് എസ് സ്ക്വയർ പ്ലസ് 4s + 13 അല്ലേ? എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4s + 4 + 9 മീൻസ് എസ് സ്ക്വയർ പ്ലസ് 4s + 13. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ടൈം ഡൊമെയിൻ ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. വി ഗോട്ട് എ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഓഫ് എസ് ഓർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ്. സംശയം വേണ്ട. ഇതിൽ നിന്ന് ടൈം ഡൊമെയിൻ വളരെ സിമ്പിളാണ്. ഇതിനാദ്യം y of s ബൈ എച്ച് ഓഫ് എസ് മീൻസ് y of s ബൈ എക്സ് ഓഫ് എസ്. നേരത്തെ ഇവിടെ കിട്ടിയിരുന്നത് എച്ച് ഓഫ് എസ് ആ. എച്ച് ഓഫ് എസിന് എന്തെന്ന് കൊടുത്തു? y of s ബൈ എക്സ് ഓഫ് എസ്. അത് നമുക്കറിയാം. എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എപ്പോഴും y of s ബൈ എക്സ് ഓഫ് എസ് ആണ്. നോ ഡൗട്ട്. ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4s + 13. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. y of s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s + 13 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1. അപ്പോൾ എച്ച് ഓഫ് എസിനെയാണ് എപ്പോഴും y of s ബൈ എക്സ് ഓഫ് എസ് എന്ന് എഴുതുക. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ബ്രാക്കറ്റ് മാറ്റുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ y of s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s ഇൻറ്റു y of s പ്ലസ് 13 y of s ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോ എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് എക്സ് ഓഫ് എസ് ഇൻറ്റു 1, ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ്. വെറുതെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് ഓരോന്നിനെയും അല്ല ബ്രാക്കറ്റ് മാറ്റി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഓരോ ടേമിനെയും പുറത്തുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇത് ലാപ്ലാസിൻ്റെ എസ് ഫോർമാറ്റിലാണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ലാപ്ലാസ് ആക്കണമെന്ന് പഠിച്ചു. ഇത് നേരെ തിരിച്ച് എസ് സ്ക്വയർ നീണ്ടു കഴിഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടീനെ എഴുതിയേക്കണം കേട്ടോ. ഡി ടി സ്ക്വയർ എന്നുണ്ട്, സോറി. എസ് സ്ക്വയർ വൈ ഓഫ് എസ് കൺവെർട്ടഡ് ഇൻ ടു ഡി സ്ക്വയർ. എസ് സ്ക്വയർ മീൻസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വൈ ഓഫ് ടി. അപ്പോൾ എസ് സ്ക്വയർ വൈ ഓഫ് എസ്, എസ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി, എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡി ക്യൂബ് ബൈ ഡി ടി ക്യൂബ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എസ് സ്ക്വയർ മീൻസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, ക്യാപിറ്റൽ വൈ ഓഫ് എസ് വൈ ഓഫ് ടി. അപ്പോൾ ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ എന്നുണ്ട് പ്ലസ്
4 ഇൻറ്റു എസ് എന്നുള്ളതാണ് 4s ഇൻറ്റു വൈ ഓഫ് എസ് ആണ്. അപ്പോൾ എസിന് പകരം ഡി ബൈ ഡി ടി. വൈ ഓഫ് എസ് എല്ലാം വൈ ഓഫ് ടി ആയിട്ട് മാറും. ക്യാപിറ്റൽ വൈ ഓഫ് എസ് എല്ലാം വൈ ഓഫ് ടി സ്മോൾ വൈ ഓഫ് ടി ആയിട്ട് മാറും. 4 ഇൻറ്റു എസിന് പകരമാണ് ഡി ബൈ ഡി ടി ക്യാപിറ്റൽ വൈ ഓഫ് എസ് വൈ ഓഫ് ടി പ്ലസ് 13 ഇൻറ്റു ക്യാപിറ്റൽ വൈ ഓഫ് എസ് എല്ലായിടത്തും വൈ ഓഫ് ടി ക്യാപിറ്റൽ വൈ ഓഫ് എസ് വൈ ഓഫ് ടി ആവും. എസ് സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ആവും. എസ് ഡി ബൈ ഡി ടി ആവും. അത്രയേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു അപ്പുറത്ത് റൈറ്റ് സൈഡിൽ എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് എന്നാണ്. അപ്പോൾ എസ് എന്നുള്ളത് ഡി ബൈ ഡി ടി ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് എന്നുള്ളത് എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് എസ് എന്നുള്ളത് എക്സ് ഓഫ് ടി. കഴിഞ്ഞു. പ്രോബ്ലം ഈസ് ഓവർ. So from the pole zero diagram we got a differential equation, we got a transfer function. Just opposite ആണ് നേരത്തെ ചോദിച്ചിരിക്കുന്നത്. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് പോൾ സീറോ പ്ലോട്ട് ചോദിക്കും. അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് പോൾ സീറോ പ്ലോട്ട് ചോദിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനെ ലാപ്ലാസിലേക്ക് കൺവെർട്ട് ചെയ്യുക. ലാപ്ലാസിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എല്ലാ ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്താ പറയുക ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കണമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എല്ലാത്തിനും സെപ്പറേറ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇനി ഇതിൽ തന്നെ വേറെ സബ് പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നിട്ട് നിങ്ങളുടെ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാൻ പറയും. പ്ലീസ് നോട്ട് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഗിവൺ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. എന്നിട്ട് ഡ്രോ ഇറ്റ്സ് പോൾ സീറോ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് എസ് തന്നാലല്ലേ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ ലാപ്ലാസ് കണ്ടിട്ട് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് യു ക്യാൻ സിംപ്ലി ഡ്രോ ദ പോൾ സീറോ പ്ലോട്ട്. ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരിക്കില്ല. യൂണിവേഴ്സിറ്റി എക്സാമിൽ ചിലതെങ്കിലും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ പോൾ സീറോ പ്ലോട്ട് തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചോദിക്കാം. അതിന് ഒരെണ്ണം നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കില്ല. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കില്ല ചോദിച്ചിട്ടില്ല. സോ ഇഫ് ദ ക്വസ്റ്റൻ ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺവേർട്ട് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻടു ലാപ്ലാസ് ട്രാൻസ്ഫോം, ദെൻ റീഅറേഞ്ച് ഇറ്റ് and make into a form of h of s is equal to y of s by x of s. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ കിട്ടും. ന്യൂമറേറ്റർ is equal to 0, you will get zeros. Denominator is equal to 0, you will get poles. Thus you can simply draw the pole zero plot of any differential equation or transfer function. So first question is over. Next question, obtain the unit step response. ഇനി എല്ലാം ഇതേപോലത്തെ ചെയ്യിച്ചിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് കേട്ടോ. കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യിക്കുന്നതാണ്. Obtain the unit step response of the above system. Two types of responses, natural response and forced response. I am repeating, natural response is due to initial conditions, forced response is due to input. Natural response is also known as zero input response. Forced response is known as zero state response. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, ആ വീഡിയോ വീണ്ടും ഇരുന്ന് കാണാം. അപ്പോൾ നാച്ചുറൽ റെസ്പോൺസ് ആൻഡ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. നാച്ചുറൽ റെസ്പോൺസ് ഈസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻസ്, ഫോഴ്സ്ഡ് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു ഇൻപുട്ട്. ക്വസ്റ്റ്യൻ നോക്കാൻ, ഒബ്റ്റെയിൻ ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്. യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള റെസ്പോൺസ്. യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഓഫ് ടി. അപ്പോൾ ഇൻപുട്ട് തന്നിട്ടുണ്ട്, യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും വൈ ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസ്പോൺസ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വൈ ഓഫ് ടി. അപ്പോൾ ആദ്യം വൈ ഓഫ് എസ്, ക്യാപിറ്റൽ വൈ ഓഫ് എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ വൈ ഓഫ് ടി റെസ്പോൺസ് ആയി. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള റെസ്പോൺസ് മീൻസ് ഔട്ട്പുട്ട്. സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക എച്ച് ഓഫ് ടി. ഇത് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ ലെറ്റർ എച്ച് ഓഫ് ടി, ഇൻപുട്ട് ഈസ് എക്സ് ഓഫ് ടി, ഔട്ട്പുട്ട് ഈസ് വൈ ഓഫ് ടി. എല്ലാം സ്മോൾ ലെറ്ററാണ്. എച്ച് ഓഫ് ടിയുടെ ലാപ്ലാസ് ആണ് ക്യാപിറ്റൽ എച്ച് ഓഫ് എസ്, വൈ ഓഫ് ടിയുടെ ലാപ്ലാസ് ആണ് ക്യാപിറ്റൽ വൈ ഓഫ് എസ്, എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ആണ് ക്യാപിറ്റൽ എക്സ് ഓഫ് എസ്. ഫൈൻഡ് ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താലുള്ള റെസ്പോൺസ്. അപ്പോൾ അവിടെ ഇൻപുട്ട് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി. ഇഫ് ദ ഇൻപുട്ട് ഈസ് ഒന്നും പറഞ്ഞിട്ട് വ്യക്തമായിട്ട് തരില്ല. ഫൈൻഡ് ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കൂ എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ഇഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി, യൂണിറ്റ് സ്റ്റെപ്പാണ് അവിടുത്തെ ഇൻപുട്ട്. അപ്പോൾ എക്സ് ഓഫ് ടിക്കാണ് ഇൻപുട്ട് എന്ന് ജനറലായിട്ട് പറയാം. എന്താണ് ഇവിടുത്തെ ഇൻപുട്ടിൻ്റെ വാല്യൂ? യൂണിറ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് യു ഹാവ് ടു ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ആസ് ഇൻപുട്ട്. യൂണിറ്റ് സ്റ്റെപ്പ് കൊടുത്താലുള്ള ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പോൾ എന്താ ഇൻപുട്ട്? യൂണിറ്റ് സ്റ്റെപ്പ്. ഇൻപുട്ടിനെ ജനറലായിട്ട് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? എക്സ് ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി. അപ്പോൾ ഇൻപുട്ട് തന്നാലുള്ള റെസ്പോൺസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ്. ഇനീഷ്യൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? വൈ സീറോ ബാർ, ഡി ബൈ ഡി ടി ഓഫ് വൈ സീറോ ബാർ, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ സീറോ ബാർ തന്നിട്ടില്ല.
ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് 0. അപ്പോൾ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ 2 റെസ്പോൺസ്, നാച്ചുറൽ റെസ്പോൺസ്, ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ബിക്കോസ് ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ നോട്ട് ഗിവൺ ഇൻ ദിസ് പ്രോബ്ലം. സോ നാച്ചുറൽ റെസ്പോൺസ് ഈസ് 0. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ല, അപ്പോൾ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എന്ത് റെസ്പോൺസാണ് കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു എന്താണ്? ഇൻപുട്ട്. എന്താണ് ഇവിടുത്തെ ഇൻപുട്ട്? യു ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എലമെൻ്ററി സിഗ്നൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ എഴുതുക എക്സ് ഓഫ് ടി is equal to u of t. സിസ്റ്റം തന്നിട്ടുണ്ട്. സിസ്റ്റം എന്താണ്? എച്ച് ഓഫ് ടിയുടെ ലാപ്ലാസ് എച്ച് ഓഫ് എസ് തന്നിട്ടുണ്ട്. അതായത് ഒബ്റ്റെയിൻ ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ദ എബവ് സിസ്റ്റം. തൊട്ട് മുന്നിലത്തെ സിസ്റ്റത്തിൻ്റെ എച്ച് ഓഫ് എസ്. തൊട്ട് മുന്നിലത്തെ സിസ്റ്റത്തിൻ്റെ എച്ച് ഓഫ് എസ് എന്താ? ഏറ്റവും മുകളിലേക്ക് നോക്കൂ, s+1 ഡിവൈഡഡ് ബൈ s² + 4s + 13. അത് അങ്ങനെ പരീക്ഷിക്കുന്നില്ല. എബവ് എന്നൊന്നും പറഞ്ഞത് വെച്ചാൽ എബവിൽ തന്നെ എടുത്ത് എഴുതാം. അത് അപൂർവമായിട്ട് തരണം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പഠിച്ചതുകൊണ്ടാണ് അവരെ ക്വസ്റ്റ്യൻ തന്നത്. ആ ക്വസ്റ്റ്യനിലത്തെ എച്ച് ഓഫ് എസ് എടുത്ത് ചെയ്യാൻ. സോ ആസ് ഫാർ ആസ് ദിസ് പ്രോബ്ലം ഈസ് കൺസേൺ, ദ എബവ് ക്വസ്റ്റ്യൻ ഈസ് തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ എച്ച് ഓഫ് എസ് അഥവാ y ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. s+1 ഡിവൈഡഡ് ബൈ s² + 4s + 13. അപ്പോൾ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു s+1 ഡിവൈഡഡ് ബൈ s² + 4s + 13. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്. ദാറ്റ് മീൻസ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഹിയർ ദ ഇൻപുട്ട് ഈസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി. അപ്പോൾ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു s+1 ഡിവൈഡഡ് ബൈ s² + 4s + 13. എച്ച് ഓഫ് എസിനെ ഞാൻ എന്തെന്ന് എഴുതി? നമുക്ക് എന്താ വേണ്ടത്? റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. y ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തിലേക്ക് കൊണ്ടുവരാം? y ഓഫ് എസ്. അപ്പോൾ എച്ച് ഓഫ് എസിനെ y ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആക്കി. എച്ച് ഓഫ് എസിനെ y ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു s+1 ഡിവൈഡഡ് ബൈ ഈ s² + 4s + 13 ഫാക്ടറൈസ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ s+2 + 3j. അത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ തൊട്ട് മുകളിലത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. s+2 + 3j ഇൻറ്റു s+2 - 3j. അപ്പോൾ s² + 4s + 13 ഫാക്ടറൈസ് ചെയ്തപ്പോൾ s+2 + 3j ഇൻറ്റു s+2 - 3j. ഇനി എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ യു ഓഫ് ടി. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് എന്താ? 1/s. എലമെൻ്ററി സിഗ്നൽസിൻ്റെ എല്ലാത്തിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഹാർട്ട് പഠിക്കണം. യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s. ആർ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s². പരാബോളിക്കിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s³. എക്സ്പൊണൻഷ്യലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം e⁻at ആണെങ്കിൽ 1/s - a, e⁻at ആണെങ്കിൽ 1/s + a. ഒരെണ്ണം കൂടിയുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1. ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് യു ഓഫ് ടി ആണ്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s. അപ്പോൾ എച്ച് ഓഫ് എസ് ഈസ് ഗിവൺ. എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു y ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ്. അതിൽ എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 1/s. അത് ബൈ ഹാർട്ട് പഠിച്ച് വെച്ചിരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ y of s by x of s is equal to s+1 divided by s+2 + 3j into s+2 - 3j എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ x of s അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നമ്മളെപ്പോഴും y of t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് y of s കണ്ടുപിടിക്കണം. അപ്പോൾ h of s ൽ നിന്ന് y of s by x of s, then y of s അവിടെ നിർത്തുക, x of s റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ എന്താ വരിക? x of s ന്യൂമറേറ്റർ ആയിട്ട് വരും. അപ്പോൾ s+1 divided by s+2 + 3j into s+2 - 3j into x of s. x of s എത്രയാ? 1/s. അപ്പോൾ അത് അവിടെ തന്നെ എഴുതി കേട്ടോ. y of s is equal to s+1 divided by s+2 + 3j into s+2 - 3j into 1/s. ഓക്കെ, ദെൻ എന്താ വരിക? ദെൻ അതായത് s+1 × 1 s+1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s+2 + 3j ഇൻറ്റു s+2 - 3j. ദെൻ y ഓഫ് ടി കണ്ടുപിടിക്കുക. y ഓഫ് ടി എന്താ? ലാപ്ലാസ് ഇൻവേഴ്സ്. ലാപ്ലാസ് ഇൻവേഴ്സ് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഞാൻ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, ഞാൻ ലാപ്ലാസ് ഇൻവേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്ക് ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, ഒരു ക്ലാസ് ഒരു ഓഫ്ലൈൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ y ഓഫ് s is equal to s+1 divided by s ഇൻറ്റു s+2 + 3j ഇൻറ്റു s+2 - 3j is equal to a by s plus b by s+2 + 3j plus c by s+2 - 3j. എയും ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവരവരുടെ സൗകര്യം. പക്ഷേ അവരവർ എഴുതിയതിനനുസരിച്ചുള്ള ഒരു ആൻസറിലേക്ക് വേണം എത്താനായിട്ട്. അപ്പോൾ ഒരു ടേം എസ്, ഒരു ടേം s+2 - 3j, ഒരു ടേം s+2 + 3j. അതെ, ഒന്നുകിൽ a by s plus b by s+2 - 3j plus c by s+2 + 3j. ഇവിടെ കണ്ട a by s plus b by s+2 - 3j plus c by s+2 + 3j is equal to y of s. പിന്നെ y of t ഇൻ ലാപ്ലാസ് ഇൻവേഴ്സ് പല തരത്തിൽ കണ്ടുപിടിക്കാം. 2 തരത്തിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഓരോ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ലാപ്ലാസ് ഇൻവേഴ്സ് വിശദമായിട്ട് പഠിക്കാതെ ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ അത് മാത്രമേ ഞാൻ രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ലാപ്ലാസ് ഇൻവേഴ്സ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ പകുതി മാർക്ക് പോലും കിട്ടില്ല കേട്ടോ.
അപ്പോൾ എയും ബിയും സിയും കണ്ടുപിടിച്ചേക്കണ മെത്തേഡ് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡ് ഈസി മെത്തേഡ് എന്നതല്ല, ഈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഏതാണ് നിങ്ങളുടെ സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം ലാപ്ലാസ് ഇൻവേഴ്സ്. അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. എയുടെ വാല്യൂ എത്രയാണ്? -1/13 കിട്ടിയിട്ടുണ്ട്. സിയുടെ വാല്യൂ -11 + 3j/7 + j കിട്ടിയിട്ടുണ്ട്. ബിയുടെ വാല്യൂ എന്താവട്ടെ, വാട്ടർ മേ ബി. ബിയുടെ വാല്യൂ എത്ര കിട്ടിയേക്കണേ? ബിയുടെ വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ സാധാരണ ബിയുടെ വാല്യൂ = 3/6 - 11/76 ജെ എന്നുള്ളതിന് വരെ ഐ. അവർ ഐ എന്നാണ് എഴുതിയേക്കണം, നമ്മൾ ജെ എന്ന് എഴുതാൻ പാടുള്ളൂ കേട്ടോ. എനിവേ എയും ബിയും സിയും നിങ്ങൾ സാധാരണ പോലെ കണ്ടുപിടിക്കുക. എന്നിട്ട് എയുടെ വാല്യൂ 1/13 1/s എന്നാണ് എഴുതുന്നത് അല്ലേ. നേരത്തെ 1/s എന്ന് പറയുമ്പോൾ a/s. അപ്പോൾ എയുടെ വാല്യൂ 1/13 s പ്ലസ് b/s+2 - 3j. ബിയുടെ വാല്യൂ ഇവിടെ എത്ര കിട്ടിക്കണേ? 3/6 - 11/76 j ഡിവൈഡഡ് ബൈ s+2 - 3j പ്ലസ് c/s+2 + 3j. നോക്കൂ, സിയുടെ വാല്യൂ -11 + 3j ഡിവൈഡഡ് ബൈ 76 j ഡിവൈഡഡ് ബൈ s+2 + 3j. അതായത് എക്കും ബിക്കും സിക്കും, എയും ബിയും സിയും കിട്ടിയേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയും ബിയും സിയും ആസ് യൂഷ്വൽ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് y of t = അതിൻ്റെ എഴുതാം 1/13 ഇൻറ്റു 1/s. എന്തിൻ്റെ 1/sൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ? u of t. അപ്പോൾ 1/13 ഇൻറ്റു u of t ആയതുകൊണ്ടാണ് അത് എഴുതാഞ്ഞേ. 1/13 ഇൻറ്റു u of t എന്ന് എഴുതാം. പ്ലസ് 3/16 - 11/76 j ഇൻറ്റു അടുത്ത എന്താ പറയുന്നത്? s+2 - 3j. s+a എന്നാണെങ്കിൽ e⁻⁻at. അപ്പോൾ s+2 - 3j എന്നാണെങ്കിൽ എന്താ വരിക? e⁻⁻. s+2 എന്നാണെങ്കിൽ e⁻². അപ്പോൾ s+2 - 3j എന്നാണെങ്കിൽ e⁻⁻കേട്ടോ e⁻⁻(-2 + 3j) അല്ലേ? ശരിയല്ലേ? e⁻3t എന്നാണെങ്കിൽ s-3 അല്ല, s-3 എന്നാണെങ്കിൽ e⁻3t, s+3 എന്നാണെങ്കിൽ e⁻3t. ഇവിടെ s+2 - 3j എന്നാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. 3 എന്നാണെങ്കിൽ -3, -3 എന്നാണെങ്കിൽ 3. അപ്പോൾ 2 - 3j എന്നാണെങ്കിൽ അപ്പോൾ e⁻⁻at കേട്ടോ. പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ 11 + 3j/76 s+2 + 3j. അപ്പോൾ പ്ലസ് ആണെങ്കിൽ മൈനസ് വരും. +3 എന്നാണെങ്കിൽ -3. അപ്പോൾ എന്താ -2 - 3j ഇൻറ്റു t. അപ്പോൾ y of t നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ലാസ്റ്റത്തെ സ്റ്റെപ്പ് സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് e⁻3t എന്നുള്ളതിൻ്റെ ലാപ്ലാസ് എന്താ? e⁻3t എന്നുള്ളതിൻ്റെ ലാപ്ലാസ് എന്താണ്? 1/s-3. അപ്പോൾ s-3 അപ്പോൾ എയുടെ വാല്യൂ 3. അപ്പോൾ e⁻⁻ എയുടെ വാല്യൂ ഇട്ടിട്ട് ആ എയുടെ വാല്യൂ കൊടുത്താൽ മതി. ഇതിൽ ലാസ്റ്റ് എഴുതിയേക്കണത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ ലാസ്റ്റ് എഴുതിയേക്കണതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യരുത്. 1/13 ഇൻറ്റു u of t പ്ലസ് 1/13 ഇൻറ്റു u of t പ്ലസ് അടുത്തതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 3/6 - 11/76 j ഇൻറ്റു e⁻⁻a. അപ്പോൾ s+a എന്നാണെങ്കിൽ e⁻⁻ എന്നാണ്. അപ്പോൾ എയുടെ വാല്യൂ s+a. അപ്പോൾ എയുടെ വാല്യൂ എത്രയാ? 2 - 3j. s+2 - 3j എന്ന് വെച്ചാൽ s+a. അപ്പോൾ എയുടെ വാല്യൂ 2 - 3j. അപ്പോൾ e⁻⁻at ആണ് വേണ്ടത്. അപ്പോൾ e⁻2 - 3j e⁻2 - 3j. അതിന് പകരമാണ് -2 എന്നൊക്കെ എഴുതിയാണ്. അങ്ങനെ സംശയം വേണ്ട. e⁻⁻ എന്ന് എഴുതിയിട്ട് 2 - 3j ഇൻറ്റു t പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ എന്താ? 11/78 പ്ലസ് ഇതിലത്തെ പോലെ നോക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 11 + 3j 11 + 3 ഡിവൈഡഡ് ബൈ ആ കോൺസ്റ്റൻറ്റ് എത്ര വെച്ചാൽ 11 + 3j ഡിവൈഡഡ് ബൈ 787. ആ കോൺസ്റ്റൻറ്റ് എത്ര കിട്ടിയേക്കണ വെച്ചാൽ അത് ഇൻറ്റു e⁻⁻ ഒരു ബ്രാക്കറ്റ് ഇടാം. e⁻⁻ ബ്രാക്കറ്റ് ഇട്ടിട്ട് നോക്കുക. ക്വസ്റ്റ്യനിൽ നോക്കുക എന്താ? s+a എന്നാണ് ലാസ്റ്റത്തെ ടൈം. s+a. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a? 2 + 3j. അപ്പോൾ e⁻⁻2 + 3j. ഓക്കെ, ക്ലിയർ ആയില്ലേ? s+2 + 3j എന്ന് പറഞ്ഞാൽ s+a. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a? 2 + 3j. അപ്പോൾ e⁻⁻at. അപ്പോൾ e⁻⁻2 + 3j ബ്രാക്കറ്റ് ഇൻറ്റു t. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.